സോ അങ്ങനെ തുടരും കണ്ടിരിക്കുകയാണ്. നല്ല കിടിലം പടം. ലാലേട്ടൻ്റെ റിയൽ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ലാത്ത കംബാക്ക്. ലാലേട്ടനെ കുറേ കാലം ഇത്രയും ഗംഭീര സ്ക്രിപ്റ്റിൽ ഇത്രയും ഗംഭീര പെർഫോമൻസ് കുറേ കാലം കണ്ടിട്ട് മൂപ്പരെ ശരിക്കുള്ളൊരു പെർഫോമൻസ് കാണുമെങ്കിൽ ഈ പടം തന്നെ കാണും. കുറേ കാലമായിട്ട് നമ്മൾ ലാലേട്ടനെ മിസ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പണ്ടത്തെ ലാലേട്ടൻ്റെ പെർഫോമൻസ്, നോട്ടവും അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് മൂപ്പര് ഡെലിവറി ചെയ്തിട്ടുണ്ട്. തരുൺ മൂർത്തി ഈ സിനിമയുടെ ഡയറക്ടർ, യു ഡെലിവേർഡ് ഇറ്റ് മാൻ. ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷൻ. മൂപ്പരൊരു കിടിലൻ ലാലേട്ടൻ ഫാനാണ്. ഈ സിനിമ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് മൂപ്പര് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പ്രതീക്ഷിച്ചോ, ലാലേട്ടൻ എങ്ങനെ കാണും നമ്മൾ ഇത്രയും കാലമായിട്ട് പ്രതീക്ഷിച്ചോ. ഈവൻ L2 എമ്പുരാല വരെ നമുക്ക് ആ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടാത്ത ഒരു ലാലേട്ടൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. സോ ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര പടം. ഈ സിനിമേൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കഥയോ കാര്യങ്ങളോ ഒന്നും പറയാണ്ട് തന്നെ ആ ഒരു പ്ലെയിൻ മൈൻഡോടെ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് സിനിമ കണ്ടത്. ആ ഒരു ട്രെയിലറിൽ കണ്ട എന്താണോ ആ ഒരു മിസ്റ്ററിക്കൽ ആ ഒരു സംഭവം ഉണ്ട്. ആ ട്രെയിലറിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സംഭവം മാത്രം നിങ്ങൾ മനസ്സ് വെച്ച് അങ്ങനെ തന്നെ സിനിമ അപ്രോച്ച് ചെയ്താൽ മതി. ഗംഭീര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇതിൻ്റെ ഇപ്പോൾ കൊച്ചു സ്പോയിലേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് റോയിനാവണമെന്നല്ല. പക്ഷേ എനിക്കൊരു കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലെയിൻ മൈൻഡിൽ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലാലേട്ടനെ പറ്റി മാത്രമല്ല ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ലാലേട്ടനെ വലിയ ഗംഭീര വില്ലൻ റോൾ ഇതിൻ്റെ അകത്ത് ഒരു ചങ്ങായി ചെയ്യിച്ചിട്ടുണ്ട്. പ്രകാശ് വർമ്മ എന്നാണ് ഒരു ആക്ടറിൻ്റെ പേര്. മൂപ്പരെ മുന്നത്തെ സിനിമയൊന്നും കണ്ടിട്ടില്ല, ഇതുവരെ കാണാത്തൊരു ചങ്ങായാണ്. ഒരു ഗംഭീര വില്ലൻ. അപ്പുറം ലാലേട്ടാണെങ്കിൽ ഓർക്കണം, അതിൻ്റെ അപ്പുറം പെർഫോമൻസ് ഒക്കെ ചില സമയത്ത് മൂപ്പര് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ അടുത്തും ഇത്രയും ഗംഭീര ഒരു വില്ലൻ നമ്മൾ കണ്ടിട്ടില്ല. മാർക്കോന്റെ സൈറസിന് ശേഷം ഇത്രയും ഗംഭീര ഒരു വില്ലൻ റോൾ ആരും ചെയ്തിട്ടില്ല. ഒരു കിടിലൻ വില്ലൻ. ജോർജ് സാർ എന്നാണ് സിനിമയിലെ പേര് വരുന്നത്. സോ ഒരു പോലീസ് ഓഫീസറാണ്. കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. ഗംഭീര സാധനമാണ്. ചില സമയത്ത് മൂപ്പര് ഒരു അഴിഞ്ഞാട്ടുണ്ട്, ഒരു രക്ഷയില്ല. സോ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഗംഭീര സാധനം. തുടക്കം ഒരു ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഫാമിലി ഡ്രാമ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവൽ പഞ്ച് ഒരു രക്ഷയില്ല. ഒരു ഇൻ്റർവൽ പഞ്ചിൽ അവർ കൊടുത്തൊരു BGM, മ്യൂസിക് ഒരു പരിപാടിയിൽ നിർത്തുന്നുണ്ട്. സോ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയാണ്. അറിയാമല്ലോ, ഗംഭീര വർക്ക് തന്നെയായിരിക്കും. സോ ഇതിൻ്റെ അത് കൃത്യമായിട്ട് ഏത് പോർഷൻസിൽ ഏത് സീക്വൻസിൽ കൃത്യമായിട്ട് എങ്ങനെ ആ സീൻ എലിവേറ്റ് ചെയ്യണമെന്ന് ഈ മ്യൂസിക് ഡയറക്ടറിന് അറിയാം. അങ്ങനത്തെ ഗംഭീര മ്യൂസിക് അതിൻ്റെ അത് കൊടുത്തില്ല. അങ്ങനെ വേണ്ട സ്ഥലത്ത് വേണ്ട BGM മാത്രം ഇട്ട് അങ്ങ് കത്തിച്ചിരിക്കുകയാണ്. ഗംഭീര സംഭവം. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് സിനിമേൻ്റെ ഒരു ഫുള്ളി ഒരു കോർ നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ ഗ്രാഫ് അങ്ങ് മേലോട്ടേക്ക് ഒറ്റ അടിച്ച് കയറ്റലാണ്. സെക്കൻഡ് ഹാഫിലാണ് മെയിൻ സംഭവങ്ങളൊക്കെ ഒരു സീരിയസ് മൂഡിലേക്കാണ് സാധനം പോകുന്നത് ഫുള്ളി സെക്കൻഡ് ഹാഫ്. ഇതിൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ സിനിമ ഇമോഷണലി ഭയങ്കര ഇങ്ങനെ കണക്ട് ആക്കുന്നുണ്ട്. അവിടെ തന്നെ തുടക്കം തൊട്ട് തന്നെ ആ ഒരു സംഭവം എല്ലാം കണക്ട് ആക്കുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ നല്ല ഇരിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇമോഷണൽ കറക്ഷൻ നല്ല ഇരിക്കാൻ വരുന്നുണ്ട്. ആൻഡ് സ്ക്രിപ്റ്റ് വൈസ് നോക്കിയാൽ ഗംഭീരം, മ്യൂസിക് ഗംഭീരം, സ്ക്രീൻ പ്ലേ ആണെങ്കിൽ ഒരു രക്ഷയില്ല. അങ്ങനെ എല്ലാ മേഖലയും നോക്കിയാൽ അതിൻ്റെ എഡിറ്റിംഗ് അടക്കം ഒരു ഗംഭീര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ലാലേട്ടന് ഇപ്പോഴും അടുത്തൊന്നും കിട്ടാൻ കിടിലൻ സ്ക്രിപ്റ്റ് തന്നെ മൂപ്പർക്ക് കിട്ടി. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ കുറേ കോമഡീസും കാര്യങ്ങളുണ്ട്. സെൽഫ് ട്രോൾ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് നല്ല ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി. അതെല്ലാം തിയേറ്ററിൽ നല്ല ഇങ്ങനെ ഓളുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സെൽഫ് ട്രോൾ എന്ന് പറയുമ്പം ലാലേട്ടത്തിൽ തന്നെ സ്വയം ഊക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഗംഭീരം തന്നെയായിരുന്നു. സോ അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ പൊളി. ആൻഡ് മൊത്തം സിനിമ നോക്കിയാൽ ലാഗോ കാര്യങ്ങൾ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫ് അങ്ങനെ തന്നെ ഒരു ഫാമിലി ഡ്രാമ രീതിയിലേക്ക് പോയി. സെക്കൻഡ് ഹാഫ് ഒരു സീരിയസ് മോഡ്. എല്ലാം കൂടി ടോട്ടലി ഒരു ഗംഭീര പാക്കേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മസ്റ്റ് വാച്ചെന്ന് പറയാമല്ലോ. എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസൊക്കെ കൊണ്ടാടാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. സോ പടവും കഥയോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് ഒരു പ്ലെയിൻ മൈൻഡോടെ ആ ട്രെയിലറിൽ കണ്ട ഒരു മിസ്റ്ററിക്കൽ ഒരു സംഭവം മൈൻഡോടെ നിങ്ങൾ കണ്ടു നോക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് മോഹൻലാൽ തുടരുന്ന എഴുതി കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട്. ഒരു കിട്ടുന്ന സാധനം തന്നെയായിരുന്നു. മൂപ്പര ആ ഒരു സ്ക്രീനിൽ അങ്ങനെ ഒരു കാണാൻ പറ്റിയ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. സോ ഗംഭീര പടം, ഗംഭീര വില്ലൻ, ഒരു രക്ഷയില്ല. എനിക്കൊരു കിടില എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. സോ കണ്ടിട്ടില്ലാത്ത എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ വാച്ച് ചെയ്ത് നോക്കുക. മസ്റ്റ് വാച്ച്.